അവൾക്ക് രജിസ്റ്ററുണ്ട്. ബദിരീങ്ങളെ ബ്രേക്ക് ഇല്ല മോളെ. പെണ്ണുകെട്ടിന് പോലും ബ്രേക്ക് ഇല്ലാത്ത ആളല്ലേ മമ്മദിക്ക? ഞമ്മളെ മൂന്നാമത്തെ കിട്ടിയൊക്കെ പള്ളയിലാണ്. ഇത് എത്രാമത്തെ മമ്മദിക്ക? അത് ദിവസം മേടിച്ചിട്ട് 13 മോളെ. 13 ഇതാ അണക്കുള്ള കത്ത്. ഇനി മതിയാക്കൂടെ മമ്മദിക്ക? ഒന്ന് ആശുപത്രി വരെ പോകും. അല്ലെങ്കിൽ പെണ്ണുങ്ങളുടെ ശാപം കൊണ്ട് സൈക്കിളിന്റെ ടയറും പഞ്ചറാവും. നമ്മളെ ഇളക്കുകയാണല്ലേ. എന്താ കത്തില്? എനിക്ക് ജോലി കിട്ടി. ഇത്ര പെട്ടെന്ന് ജോലി കിട്ടുമെന്ന് ഞാൻ കരുതിയില്ല. നീ ഭാഗ്യവതിയാണ്ടി. ഒറ്റ സങ്കടമുള്ളൂ, നീ പോയാ പിന്നെ ഞാൻ ഒറ്റയ്ക്കായി. നീ വിഷമിക്കാടി, ഉടനെ നിന്നെ ആരെങ്കിലും വന്ന് കെട്ടിക്കൊണ്ടു പോകും. ഒന്നിപ്പോ പെണ്ണേ. ഓ, പെണ്ണിന്റെ ഒരു നാണം. ഞാൻ അമ്മയോടും അച്ഛനോടും ഒന്ന് പോയി പറയട്ടെ. മോൾഡിംഗ് മെഷീന്റെ കേടുപാടൊക്കെ തീർക്കണം. അതൊക്കെ അപ്പോഴേ തീർത്തു വെച്ചാ. പിന്നെ ഷാ കമ്പനിക്ക് കൊട്ടേഷൻ അയക്കാൻ വഹിക്കണ്ട. ഓർഡർ കിട്ടാൻ വേണ്ടി എമൗണ്ട് കുറയ്ക്കരുത്. നഷ്ടം വരാതെ നോക്കണം. ശരി, ഞാൻ ഇറങ്ങട്ടെ. സൂക്ഷിക്കണേ മോളെ, ഇരുട്ടാണ്. വല്ല എഴുതിന്തുക്കളും കാണും. എന്ത് വിഡിത്തമാടി ഈ പറയുന്നേ? പിന്നെ അവള് ദിവസവും സർപ്പക്കാവിൽ വിളക്ക് വയ്ക്കാൻ പോകുന്നതിന് എന്താ അർത്ഥം? ഞാൻ അതൊന്നും ഓർത്ത് പറഞ്ഞതല്ല. ലക്ഷ്മി ജോലിക്ക് പോവാൻ നിശ്ചയിച്ചത് പിന്നെ ഇവൾക്ക് ഓർമ്മ ഒരല്പം കുറവാ. അതെന്താ പെങ്ങളെ? ഒറ്റ രാത്രി പോലും എന്നെ പിരിഞ്ഞ് ജീവിച്ചിട്ടില്ലാത്ത കുട്ടിയല്ലേ ചേട്ടാ. കോളേജിൽ പഠിക്കുമ്പോഴും ദിവസം പോയി വരാറില്ലേ പതിവ്. കവുങ്ങായ പറിച്ചു നട്ടേ പറ്റൂ. എന്നായാലും വേണ്ടേ? കല്യാണം കഴിഞ്ഞാലും അവള് പോകുന്നത് എന്റെ ഏട്ടന്റെ വീട്ടിലേക്കല്ലേ. അതുപോലെയാണ് ജോലിക്ക് പോകുന്നത്. മോള് തുള്ളുന്നതിന് ഒത്ത താളം പിടിക്കാൻ നിൽക്കും അച്ഛൻ. പാമ്പിപ്പ എന്റെ മേലല്ലേ ചുറ്റിയിരിക്കുന്നത്. അതിനിടയ്ക്കൊരു തമാശ. ഞാൻ പേടിച്ചു പോയി. ആട്ടെ, സാറിപ്പിഴന്തിന് ഇങ്ങോട്ട് വന്നത്? അല്ല, ഈ പാമ്പ് ഇണ ചേരുമ്പോ ഒരു ശീൽക്കാര ശബ്ദം ഉണ്ടാവുമെന്ന് കേട്ടിട്ടുണ്ട്. എന്നാലും നേരിട്ട് കേട്ടുകളാമെന്ന് ഞാൻ വന്നതാ. അയ്യോ, വേണ്ടാത്തൊന്നും പറയരുതേ, സർപ്പശാപം കിട്ടും. അയ്യോ സപ്പദേവാ, ഐ ആം വെരി സോറി, എക്സ്ക്യൂസ് മീ. വാ പോകാം. മുരളിയേട്ടാ, എനിക്ക് ജോലി കിട്ടി. കിട്ടിയോ? നിന്റെ ആഗ്രഹം പോലെ തന്നെ നടന്നല്ലോ. മുരളിയേട്ടാ, നാളെ എന്നെ കൊണ്ടുവിടാൻ മുരളിയേട്ടൻ കൊണ്ട് വരുമോ? ഞാൻ വന്നിട്ട് ഒരു പ്രയോജനവുമില്ല. നിന്റെ അച്ഛൻ കൂടെ വരികയല്ലേ? അയ്യോ, അതല്ല ഞാൻ പറഞ്ഞത്. പിന്നെ മുരളിയേട്ടൻ കൊണ്ട് വരുമോ? 2 ദിവസം കൂടി കഴിഞ്ഞാൽ ഞാൻ അവിടെ വരുമ്പടി കഴുതേ. ശരിയാ, മുരളിയേട്ടൻ തരുന്ന ഏത് ഭാരവും ചുമക്കേണ്ടവളല്ലേ ഞാൻ. അയ്യോ, നിനക്ക് ബുദ്ധിയുണ്ടല്ലോ ഈ പെണ്ണേ. അയ്യോ, ആരെങ്കിലും കാണും. നിമിത്തം അത്ര പന്തി അല്ലല്ലോ ദേവിയമ്മേ. ദേവി, എന്റെ മോൾക്ക് ആപത്തൊന്നും വരുത്തരുതേ. മുട്ട ഇറക്കിയപ്പോ നേരെ ആയില്ല. ഒരു കാര്യം ചെയ്തോളൂ, എല്ലാ മാസവും ലക്ഷ്മിയുടെ നക്ഷത്രത്തിൽ ഒരു രക്തപുഷ്പാഞ്ജലി കഴിച്ചേക്കാം. അവൾ എന്നാ ജോലിക്ക് പോകുന്നത്? ഇന്നാണ്. ഗുരുവായൂരപ്പനെ എന്നും മനസ്സിൽ ധ്യാനിച്ചോട്ടെ. അവിടെ അടുത്ത് ദേവീക്ഷേത്രം ഉണ്ടെങ്കിൽ ചൊവ്വയും വെള്ളിയും പോയി തൊഴാൻ പറയൂ.
എന്നൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇതിനെന്തെങ്കിലും ഒരു പോം വഴി കാണണോ? അവന്മാർ റോട്ടിൽ വെച്ച് കളിച്ച് ഇപ്പൊ എന്റെ പെരടിക്ക് കയറിയിട്ട് കളിക്കുന്നത്. ഇതിനെന്തെങ്കിലും നിവാരണം കാണണോ? ഇല്ലെങ്കിൽ ഗോപാലിന് ഇവിടെ വാച്ച്മാൻ പഠിക്കുന്ന സാധ്യമല്ല. ഞാൻ വേണ്ടത് ചെയ്യാമെന്ന് പറഞ്ഞില്ലേ ഗോപാല? എന്ത് വേണ്ട ചെയ്യ ഗോപാല, എന്ത് വേണ്ട ചെയ്യ ഗോപാല നിങ്ങൾ പറയുന്നത്? ഞാൻ തല്ലിട്ട് ചത്തിട്ട് ശശ്മാനത്തോ 5 ഓർമ്മ ചെയ്യാനോ? എനിക്ക് തിരിച്ചടിക്കാൻ കഴിവില്ലായിട്ടൊന്നല്ല. പിന്നെ എന്താ, ഞാൻ കൈ പൊക്കി കഴിഞ്ഞാല് മർമ്മത്തെ കൊള്ളുള്ളൂ. പിന്നെ നാളെ കാലത്ത് ലേഡീസ് ഹോസ്റ്റലിന് പഠിക്കൽ കൊലപാതകം, ലേഡീസ് ഹോസ്റ്റലിന് പഠിക്കൽ കൊലപാതകം. നിർത്തന്റെ ഗോപാല, ഒന്ന് നിർത്തന്റെ ഗോപാല. നിങ്ങൾക്ക് പറയാ തല്ല് കിട്ടിയ എന്റെ കാരനെ കുറ്റിക്ക അറിയാ? അവളെ മുട്ടിഞ്ഞൊരു കൊര എന്തുവാ? 3 നേരം തിന്നാൻ കൊടുത്ത് തൊട്ട് തലോടി അവിടെ കെട്ടിട്ടിരിക്ക. ആ പഠിക്ക് കെട്ടിട്ട് മനുഷ്യനൊരു ഉപകാരങ്ങളായിരുന്നു. ഇത് പഠിക്കണ ഞാനും പട്ടി പറ്റിലും. ഓ എന്റെ ദൈവമേ, അടുത്ത ജന്മത്തില് പട്ടിയായിട്ട് എന്നെ ജനിപ്പിക്കും. ഷീബ വല്ലാതെ കുരയ്ക്കുന്നല്ലോ ഗോപാല. നീ ഒന്ന് നോക്കിക്കേ, ഞാൻ ഓഫീസിലിരിക്കാം. ജലദോഷമായിരിക്കും, നീർവീഴ്ച. കുറച്ച് രാഷ്ട്രീയ പൊടിയെടുത്ത് തലയിൽ ഇങ്ങനെ തിരുമിയാ മതി. പേരടിക്ക് അടി കുടിച്ച് ചോദിക്കാനല്ല, പട്ടി കുറച്ച് ചോദിക്കാൻ ആളുണ്ട്. മതി ഈ മുടിഞ്ഞൊരു വാച്ച്മാനൊക്കെ പണി. എടി നായിന്റെ മോളെ, നിനക്കൊക്കെ തിന്നാൻ തരുന്ന എന്തിനാടി കഴുതേ? ആ അളവലാതി ഷാജി ഗേറ്റിൽ വന്ന് എന്നെ തള്ളിയപ്പോ ചങ്ങല പൊട്ടിച്ച് അവനെ പോയി കടിക്കാൻ നിനക്ക് തോന്നിയോ? കഴുതേ, അതിനെങ്ങനെയാ? ചോണയുള്ള വർഗമാണോ? പെണ്ണല്ല ജാതി അല്ലേ? മിണ്ടി പോരുത്. നിന്റെ ഒക്കെ കൊര നിർത്താൻ എനിക്കൊരു സെക്കൻഡ് മതി. നിന്നെക്കാട്ടും വലിയ ആൾസേഷൻ നായ്ക്കൾ ഓടി പറഞ്ഞു വന്നിട്ട് ഒരൊറ്റ ലൈനിൽ നിർത്തിയവനാണ് ഞാൻ. നിന്നെയൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? കൊഞ്ചണ്ട എന്റെ വർഗക്കാരോട് മതി, എന്നോട് കൊഞ്ചണ്ട. പക്ഷി ലക്ഷ്മിയുടെ ഓഫീസിലേക്ക് ഇവിടെ നിന്ന് അധികം ദൂരമൊന്നുമില്ല. ഓഫീസിനടുത്തായതുകൊണ്ടാ ഇവിടെ തന്നെ വേണമെന്ന് തീരുമാനിച്ചത്. പിന്നെ വാർഡ് നിന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. പുറത്ത് ജീവിച്ച് പരിചയമില്ലാത്ത കുട്ടിയാ. ഒന്നും പേടിക്കണ്ട, അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. ആ എടി ശുനകപുത്രി, എന്നെ വിളിക്കുന്ന എന്താന്ന് ഞാൻ അന്വേഷിച്ച് വരട്ടെ. എന്നിട്ട് ബാക്കി വന്നിട്ട് ഞാൻ തരാം. പേപ്പട്ടി എന്നെ വിളിച്ചോ? ഗോപാല, ഈ കുട്ടിക്ക് ആ റൂമൊന്ന് കാണിച്ചു കൊടുക്കൂ. ഏത് റൂം? ഇവിടെ ഒരു റൂമല്ലേ ഉള്ളൂ, ഒഴിവുള്ളൂ. 13-ാം നമ്പർ. നിങ്ങളോടല്ലേ ഞാൻ സംസാരിച്ച? അത് തന്നെ. ചെല്ലു. ഇത് നിങ്ങളുടെ കേച്ചാ? അതെ. ഈ സാമാനോ? അച്ഛാ, ഞാൻ പോയി നോക്കിട്ട്. ശരി മോളെ. പിന്നെ ഇവിടെ ഹോസ്റ്റലിന് ഒരു കെട്ടിടം ഉണ്ടാക്കാൻ ഞങ്ങളൊരു പരിപാടി നടത്തുന്നുണ്ട്. അതിലേക്ക് എന്തെങ്കിലും സംഭാവന തന്നാൽ ഉപകാരമായി. അതിനെന്താ? പെട്ടി ഞാൻ. വേണ്ട, ഇതൊക്കെ ഞാനല്ലേ ചെറുവരലോട് തൂക്കിയെടുക്കും. ആ ചോദിച്ചോട്ടെ, എന്താ പേര്? ലക്ഷ്മി. എന്ത് ലക്ഷ്മി എന്ന് വെച്ചാ പല ലക്ഷ്മിമാരുണ്ടല്ലോ. ധനലക്ഷ്മി, വരലക്ഷ്മി, സന്താനലക്ഷ്മി, ഭാഗ്യലക്ഷ്മി. ഞാൻ വെറും ലക്ഷ്മിയാ. വെറും ലക്ഷ്മിയാ? ആ പറയുന്നോട് തെറ്റിദ്ധരിക്കരുത്. ഇനിയിപ്പോ നാളെ മുതൽ ഇവിടെ പല ആൾക്കാരും വരും. അനിയനാണ്, അമ്മാവന്റെ മകനാണ്. ഇതൊക്കെ കൂടെ വേറൊരു വർഗം ഉണ്ടല്ലോ, കസിൻ. ഇവരൊക്കെ വരുമ്പോ ആളൊന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി ചോദിച്ചാ. എന്ത് ലക്ഷ്മിയാ? പി ലക്ഷ്മി. എന്തോ? പി ലക്ഷ്മി. മതി, എനിക്കോ മതി. പി ലക്ഷ്മി അല്ലേ? ആ ഇതാണ് 13-ാം നമ്പർ മുറി. അല്ല, അത് തുറന്നിട്ടിരിക്കുക. അല്ല, എന്താ പേരെന്ന് പറഞ്ഞേ? ലക്ഷ്മി. എനിക്ക് ഇഷ്ടമുള്ള പേരാ. അല്ല, അച്ഛനിപ്പോ പോവോ? പോവല്ലേ? നല്ലൊരു മനുഷ്യൻ. ആ കഷണ്ടി, ആ മുഖത്തെ ഗൗരവ് എനിക്ക് കണ്ടപ്പോ തന്നെ ഇഷ്ടമായി. ഞാൻ ആ പെട്ടി നിർദ്ദേശിച്ചിട്ടുണ്ട്. മോളെ, അച്ഛൻ ഇറങ്ങുക. ഇവിടുത്തെ എല്ലാ വിശേഷങ്ങളും വെച്ച് നീ നിന്റെ അമ്മയ്ക്കൊരു കത്തെഴുതണം. അച്ഛൻ പറഞ്ഞാലൊന്നും നിന്റെ അമ്മ വിശ്വസിക്കേല. മോള് പൊയ്ക്കോ. പോവായിരിക്കല്ലേ? അതെ. പിന്നെ മോളി ഹോസ്റ്റലാണല്ലോ എന്ന് കരുതിട്ട് ഒട്ടും വിഷമിക്കണ്ട. സ്വന്തം വീടാണെന്ന് കരുതിയാൽ മതി. അത്ര കച്ചടക്ക. അതുകൊണ്ടാണല്ലോ ഇങ്ങോട്ട് വന്നത്. വരും.
അന്തസ്സുള്ളവരെല്ലാം ഇവിടെ തന്നെ വരും. ഇത് ഇന്നൊന്നിനും തുടങ്ങിയല്ല, 25 വർഷമായി ഞാൻ ഇതൊക്കെ കാണാൻ തുടങ്ങിയിട്ട്. 25 വർഷമായോ ഗോപാലൻ ഇവിടെ ആയിട്ട്? എന്തൊരു ചോദ്യം അത്! ഉള്ളത് പറയാലോ, ഞാൻ എന്ന് പറഞ്ഞ ഇവിടുത്തെ കുട്ടികൾക്കൊക്കെ ഭയങ്കര പേടിയാ. കുട്ടികൾക്ക് മാത്രമല്ല, നാട്ടുകാർക്കും പേടിയാ. ഞാൻ ആ ഗേറ്റിൽ ഇരിക്കണമെന്നില്ല, എന്റെ ഈ ഷർട്ട് വരി അവിടെ വെച്ചാൽ മതി, അനാവശ്യത്തിന് ഒരെണ്ണം അതിനകത്ത് കിടക്കില്ല. ശരി ഗോപാല. എന്താ 2 രൂപയോ? ഇത് കയ്യിലിരിക്കട്ടെ. വേറെ കഥ കേൾക്കണം. ഇവിടെ മേരി എന്ന് പറഞ്ഞ കുട്ടിയുണ്ട്, കോട്ടയത്തുകാരി. അവൾ അച്ഛൻ പട്ടാളത്തിലാ. മാസം 50 രൂപ എനിക്ക് അയച്ചു തരും. എനിക്കെന്തിനാ? എനിക്ക് പൈസയൊന്നും വേണ്ട. ഇവിടെ വേറെ ചില ആവശ്യങ്ങളുണ്ട്. ഗോപാല, എന്റെ മകൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നോക്കിക്കോളാം. ഗോപാല വിഷമിക്കാം. അതല്ല സാറേ, ഇത് വേറെ. ആ ബസ്സിൽ നടന്നു പോയാൽ മതിയോ? എന്താ അങ്ങോട്ട് നടന്നു പോയി വൃത്തിയോട് പറയുന്നു. ഭയങ്കര പിതാവ്. സ്വല്പം പേടിച്ചു അല്ലേ? റാഗിങ്ങിന്റെ ചെറിയ പതിപ്പ്. സ്വല്പമല്ല, നന്നായിട്ട് തന്നെ പേടിച്ചു. വെരി ഗുഡ്. അപ്പൊ എന്റെ ഉദ്ദേശം നടന്നു. എന്റെ പേര് കല. ഭവതിയുടെ പേരെന്താണാവോ? രശ്മി. വെരി ഗുഡ്. വാ ഇരിക്കും. ജോലി എവിടെ? സൗത്ത് ഇന്ത്യൻ സ്റ്റീൽ കമ്പനി. ആഹാ, ശ്രീമാൻ എന്റെ അയൽവക്കമാണല്ലോ. ആരെ? ഐ മീൻ തന്റെ ഓഫീസ്. കലയ്ക്ക് ജോലി എവിടെയാ? ഞാൻ ടെലിഫോൺ എക്സ്ചേഞ്ചിലാ. എനിക്ക് ഓഫീസ് പോലെ ഒരു കൂട്ടായി. പിന്നെ ഞാനൊരു പരോപകാരിയാണെന്നാ വെപ്പ്. തനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ ശരിയാക്കി തരാം. പ്രോഗ്രാമൊക്കെ എങ്ങനെ ഉണ്ടാവുമല്ലേ? എങ്ങനെ ഉണ്ടാവും ആർക്കറിയാം. ആ താമ്പാ, തനിക്ക് ഞാൻ ഇവിടുത്തെ ബോറുകളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഇവിടെ ഒരു പത്ര ഓഫീസ് തുടങ്ങിയാൽ എന്താന്ന് എനിക്കൊരു ആലോചനയുണ്ട്. ഈ പട്ടണത്തിലെ ഏത് ന്യൂസും ആദ്യം എത്തുന്നത് ഇവിടെയാ. പിന്നെ അത്യാവശ്യം ന്യൂസ് ഉണ്ടാക്കി പുറത്തു വിടുന്ന ഏർപ്പാടും കൂടി ഇവിടെ ഉണ്ട്. കാണിച്ചു തരാം. കല വരുന്നുണ്ട്. സൈലൻസ്. ശ്രദ്ധിക്കുക. നമ്മളുടെ ഹോസ്റ്റലിലെ പുതിയ അംഗമായ മിസ് ലക്ഷ്മിയെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. പരിചയപ്പെടേണ്ടത് നമസ്കാരം. അല്ല, നമ്മളുടെ പ്രോഗ്രാമിലെ പ്രമുഖയായ രാജലക്ഷ്മിയുടെ ചെറിയ പനി. എന്തടോ, വല്ല പ്രത്യേക തരത്തിലുള്ള പനിയാണോ? അല്ല, ശരിയായ പനി തന്നെ. ഡോക്ടറെ കണ്ടില്ലേ? 103 ഡിഗ്രി ഉണ്ട്. അല്ലടോ, തന്റെ പ്രത്യേക തരത്തിലുള്ള പനിക്ക് ഇപ്പോൾ എത്ര ഡിഗ്രി ഉണ്ട്? തമ്മി കാണുമ്പോഴേ അറിയും. എങ്കിലൊന്ന് വേഗം കാണിഷ്ടാ. പെൺപിള്ളേർക്ക് ഈ വഴി നടക്കാൻ വയ്യെന്നായിട്ടുണ്ട്. എന്തുണ്ടായി? ആ ഷാജി ഉണ്ടല്ലോ, അവനെ കൊണ്ട് വല്ലാത്ത ഉപദ്രവം. ലക്ഷ്മി, ഞാൻ പരവുകാരി മാത്രമല്ല, പരാതി കേൾക്കുന്നവളും കൂടിയാണ്. എടി, പെണ്ണുങ്ങളുടെ കയ്യിൽ നല്ല ശക്തി ഉണ്ടെന്ന് കാണിച്ചു കൊടുക്കണോടി. നിന്റെ വാചകമടി ഒന്ന് നിർത്തി അങ്ങേരെ കൊണ്ട് വല്ലതും നടക്കുമോ എന്ന് നോക്ക്. ഓ, കേക്കാവേ. As per your demand, we herewith endorse the price list of all our products, anticipating a favorable reply from you at the earliest. Thanking you. Yours faithfully. വേഗം ടൈപ്പ് ചെയ്യണം. ഹലോ, ആ രഘുവല്ലേ? അതെ അതെ, ഇന്ന് നമ്മുടെ ബാപ്പുട്ടിയും ഫാമിലിയും ഞാൻ വിളിച്ചിട്ടുണ്ട് ഡിന്നറിന്. അതെ അതെ, അല്ല ഇന്ന് കാണാൻ പറ്റില്ല, നാളെ വൈകിട്ട് കാണാം. ആ ഓക്കെ. വരാന്ന് പറഞ്ഞിട്ട് എവിടെ കണ്ടാൻ പോയത്? ഞാൻ ഇവിടെ വായന കിടക്കും. ലക്ഷ്മി, ഒന്നിങ്ങോട്ട് വരും. ഇതാണ് എന്റെ പുതിയ കൂട്ടുകാരി ലക്ഷ്മി. ഹലോ ലക്ഷ്മി. ഇത് മിസ്റ്റർ സുരേഷ്, ക്രൈം ബ്രാഞ്ചിലെ ധീര വീര ശൂര പരാക്രമിയായ ഒരു ഉദ്യോഗസ്ഥനാണെന്നാണ് വെപ്പ്. ഞാനൊരു ജോലി ഏൽപ്പിച്ചിട്ടുണ്ട്. അത് ഭംഗിയെ ചെയ്തു തീർത്താലേ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കണം. കേട്ടോ ലക്ഷ്മി, ഇത് എന്റെ ശമ്പളം പറ്റാത്ത പബ്ലിക് റിലേഷൻസ് ഓഫീസറാണ്. ഇങ്ങനെ പലതൊക്കെ പറയും. അപ്പോഴേ എനിക്ക് പോണം. വരട്ടെ. ബൈ. ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. ആ, ഞാൻ ഏറ്റു. താൻ എന്താണ് ഈ കുന്തം
എന്നാ കേട്ടോളൂ. ആ പോയ മഹാനുഭാവൻ മിസ് കലയുടെ കാമുകനാവുന്നു. 3-4 വർഷം പ്രേമിക്കുകയും ഇനി വിവാഹം ചെയ്യാൻ വിദേശത്തുള്ള ചേട്ടൻ വരുന്നത് വരെ കാത്തിരിക്കുകയും ചെയ്യുന്ന 2 തുടിക്കുന്ന യുവ ഹൃദയങ്ങളാകുന്നു ഞങ്ങൾ. തന്റെ നാവിന് തീരെ ലൈസൻസ്. ഓ, ഇയാളുടെ നാവിന് പിന്നെ നിറയെ ലൈസൻസ് ആയിരിക്കും. ആട്ടെ, തനിക്ക് ഈ വക പരിപാടിയൊന്നുമില്ല? എന്ത് പ്രേമം? എനിക്കങ്ങനെയൊന്നുമില്ല. ആളെ കണ്ടാൽ ഇക്കാര്യത്തിൽ എന്നേക്കാൾ സീനിയറാണെന്ന് ബെറ്റടിക്കും. ഒന്നും ഉണ്ടായിരിക്കും. കാര്യങ്ങളൊക്കെ മിസ് കല തനിച്ച് കണ്ടുപിടിച്ചോളാട്ടോ. പ്രഭാതമേ പ്രഭാതമേ നീരാടും സഖികൾ മിഴിയിൽ നാണം ചാർത്തവേ, നീരാടും സഖികൾ മിഴിയിൽ നാണം ചാർത്തവേ, നിന്നുള്ളിലൂറുവതെന്തോ ശൃംഗാര സ്വപ്നങ്ങളോ, നിൻ കണ്ണിൽ കാണുവതെന്തോ മാതളമൊട്ടുകളോ. മഴവില്ലിന്റെ അഴകോ മധുമാസ പൂന്തെന്നലോ, വരയ്ക്കുന്നതാരോ നിൻ രൂപം എനിക്കായി. മഴവില്ലിന്റെ അഴകോ മധുമാസ പൂന്തെന്നലോ, വരയ്ക്കുന്നതാരോ നിൻ രൂപം എനിക്കായി. ചന്ദ്രികയോ താരകളോ സന്ധ്യകളോ പൂവുകളോ, കേൾക്കുന്നതാരോ നിന്നാദം ഏകയായി. പ്രഭാതമേ പ്രഭാതമേ നീരാടും സഖികൾ മിഴിയിൽ നാണം ചാർത്തവേ, നിന്നുള്ളിലൂറുവതെന്തോ ശൃംഗാര സ്വപ്നങ്ങളോ, നിൻ കണ്ണിൽ കാണുവതെന്തോ മാതളമൊട്ടുകളോ. കച്ച കെട്ടിയാലും തുളുമ്പുന്ന താരുണ്യമേ, ഉണരുന്നതെന്തോ എന്നുള്ളിൽ നിനക്കായി. മുലക്കച്ച കെട്ടിയാലും തുളുമ്പുന്ന താരുണ്യമേ, ഉണരുന്നതെന്തോ എന്നുള്ളിൽ നിനക്കായി. മലരമ്പോ പരാഗമോ മകരന്ത തുള്ളികളോ, ഒഴുകുന്നതെന്തോ എന്നുള്ളിൽ നിനക്കായി. പ്രഭാതമേ പ്രഭാതമേ നീരാടും സഖികൾ മിഴിയിൽ നാണം ചാർത്തവേ. എന്താ ആലോചിച്ചോണ്ടിരിക്കണത്? ഒന്നുമില്ല. സത്യം പറ, എന്താ ആലോചിച്ചോണ്ടിരിക്കണേ? സത്യമായിട്ടൊന്നുമില്ല. പെണ്ണിന്റെ സ്വപ്നം. വാ, ഇനിയിപ്പോ എന്താ ചെയ്യാ? ഞാനും ഇപ്പൊ അത് തന്നെ ആലോചിക്കുന്നത്. രാജലക്ഷ്മിക്ക് ടൈഫോയിഡ് ആണ് അത്ര കലേ. ഞാൻ അറിഞ്ഞു. ലക്ഷ്മിക്ക് ഡാൻസ് ചെയ്യാൻ അറിയാം? അയ്യോ, എനിക്കറിയില്ല. എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിച്ചില്ലെങ്കിൽ പരിപാടി ആകെ കുഴഞ്ഞു തന്നെ.
ലിസ ഉണ്ടായിരുന്നെങ്കിൽ. ആരാണ് ഈ ലിസ? എന്റെ കൂട്ടുകാരിയായിരുന്നു. നന്നായി ഡാൻസ് ചെയ്യുമായിരുന്നു. വല്ലാത്ത കുസൃതി. ഞങ്ങൾ രണ്ടുപേരും കൂടി പഴയ വാർഡൻ കമലാക്ഷിയമ്മയെ വെള്ളം കുടിപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ അത് ഓർത്തിരുന്നിട്ട് എന്താ കാര്യം? വല്ല വഴിയും കണ്ടുപിടിക്കാം. അവന്റെ പോക്കുണ്ടോ? ഒരു ബോറലാണല്ലോ. ഞാന് നീ സിനിമയ്ക്ക് വരും. ഇനിയൊക്കെ വിളിച്ചാലും വരിക. എവിടെയോ കണ്ട പരിചയമുണ്ടല്ലോ. എന്താണ് ഇങ്ങനെ പറയുന്നത്? അയ്യോ അയ്യോ. പെമ്പിള്ളർ റോട്ടിൽ കൂടെ നടക്കാൻ നീ സമ്മതിക്കില്ല അല്ലേ? നീയാണ് ഈ അലവലാതി ഷാജി അല്ലേ? നീയാണോ ചോദിക്കാൻ? എന്നെ തല്ലരുത്. എണീക്കടാ, എണീക്കാൻ. കത്തിക്ക. നടക്ക്, നടക്കാൻ. നിന്റെ ഈ ഓട്ടവും ചാട്ടവും ബഹളവും എല്ലാം കണ്ടാൽ സിനിമയിലെ ചില നായകന്മാരെ പോലെ കയറി പാടിക്കളയുമെന്ന് തോന്നുന്നു. അങ്ങനെ വല്ല പരിപാടി ഉണ്ടെ പറയണം. നല്ല കറാട്ടെ സ്റ്റൈലിലാണല്ലോ പെണ്ണെ. ഇനി വന്നേ, ഇനി വാന്ന്. ഉയരം ഏതാണ്ടൊക്കെ ശരിയാണ്, തിരിയല്ലേ? തിരിഞ്ഞു നിൽക്കുന്ന ചുറ്റളവും കറക്റ്റാണ്. എന്താ വല്ല വട്ട് പിടിച്ചോ തലക്ക്? വനിതാ പോലീസ് ചേർത്താലെന്ന് വിചാരിക്കാണ്. നിന്നെ ഒരു പോലീസാക്കി ഹോസ്റ്റലിൽ താമസിപ്പിച്ചാൽ
എന്റെ ജോലി പകുതി കുറയും. അത്ര മെടുക്കൊന്നും പറയണ്ട. വേണം തല്ലാൻ അറിയാഞ്ഞിട്ടല്ല, വേണ്ടാഞ്ഞിട്ടാണ്. വേണമെങ്കിൽ പരീക്ഷ നോക്കണോ? ഈ പരീക്ഷണം മതിയോ അതോ വേറെ പരീക്ഷണം ഒന്നും വേണ്ടേ? അയ്യോ, പബ്ലിക് പാർക്കാണെന്നേ. ഹലോ, എന്ത് പറ്റി ഇങ്ങോട്ട് എഴുന്നള്ളാൻ ഈ സമയത്ത്? സത്യം പറയാമല്ലോ, ഞാൻ നിന്നെ ഓർത്തോർത്തിരിക്കുകയായിരുന്നു. ആ ഡേ, എന്നെ നോക്കി ഞാൻ ചിരിച്ചാലുണ്ടല്ലോ, ഞാൻ വല്ലതും ചെയ്തു പോവും, നീ പിന്നെ പിണങ്ങും. മനുഷ്യനെ ഞാൻ നോക്കിക്കൊല്ലാതെ എന്തെങ്കിലും ഒന്ന്. ഞാൻ തന്റെ സ്വർഗത്തിലെ കട്ടുറുമ്പായോ? അല്ലാതെ പിന്നെ വലിയ കട്ടുറുമ്പ്. വല്ലാത്തൊരു സാധനം. ആഹാ, ഞാൻ മാത്രമേ ഉള്ളൂ അല്ലേ വല്ലാത്തത്? അയ്യോ പാപം, ഇയാൾ എട്ടും പൊട്ടും തിരിയാത്ത പൊട്ടിപ്പെണ്ണ്. എന്റെ അനാഘാത കുസുമമേ. എന്ത് ചുംബനം? അനാഘാത കുസുമമേ എന്ന് വെച്ചാൽ ചുംബനമേൽക്കാത്ത പൂവേന്നർത്ഥം. ചുംബനെന്ന് കേൾക്കുമ്പോഴേക്കും പെണ്ണിന്റെ മുഖം ചൊന്നുപോയി. പോവണേ. അയ്യോ, പ്രേമഗാനമെല്ലാം പാടാനുള്ള ഉദ്ദേശമുണ്ടോ? 10 മിനിറ്റ്. അതിനെ പാടിക്കും. പാടാനോ? എനിക്കറിയില്ല. എന്തെങ്കിലും രണ്ടുപേരും പാടുവണ്ണേ. എന്നെ കൊണ്ടാവില്ല. പ്ലീസ് ലക്ഷ്മി, നല്ല കുട്ടിയല്ലേ. കച്ചേരിക്കല്ലൊന്ന് പാടാൻ പറഞ്ഞത്. മൂളിപ്പാട്ട് മതി. പാട്ട് പോയിട്ട് രണ്ടുപേര് പദ്യം പോലും നേരാമണ്ണം എനിക്ക് ചൊല്ലാൻ അറിയില്ല. താൻ ആള് പരമ ബോറാണല്ലോടി. ചെറുപ്പത്തിൽ പാട്ടുപാടി നൃത്തം ചെയ്യാത്ത പെണ്ണ് ഏതെങ്കിലും ഈ ലോകത്തുണ്ടോ? ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോ ടീച്ചർ എന്നെ ഈ രാധാകൃഷ്ണ നൃത്തത്തിലെ രാധയാകാൻ തെരഞ്ഞെടുത്തു. എന്നിട്ട് ഒരാഴ്ചത്തേക്ക് ഞാൻ സ്കൂളിന്റെ പടി കടന്നിട്ടില്ല. പനിയാണെന്നും പറഞ്ഞു കിടന്നു. ആനിവേഴ്സറി കഴിഞ്ഞാ പിന്നെ സ്കൂളിൽ പോയത്. അല്ല, താനിത് ഓൺ ചെയ്ത് വെച്ചിരിക്കണോ? അതിനിപ്പോ എന്താ, ഇപ്പൊ ഓക്കെയല്ലോ, മതി. എക്സ്ക്യൂസ് മീ മാഡം. എന്താ? ഇവിടെ താമസിക്കുന്ന ഒരു കുട്ടിയെ ഒന്ന് കാണണമായിരുന്നു. ഇവിടെ ഞങ്ങൾക്ക് 6:30 മണിവരെ വിസിറ്റേഴ്സ് ടൈം. എനിക്ക് ടൗണിൽ അല്പം ജോലി തിരക്കുള്ളത് കൊണ്ട് ഞാൻ താമസിച്ചു പോയി. വിരോധമില്ലെങ്കിൽ ഉടനെ. ആരെയാ കാണേണ്ടത്? ലക്ഷ്മി, പി ലക്ഷ്മി. നിങ്ങളുടെ പേര്? മുരളി. ഓ, ലക്ഷ്മിയുടെ കസിനാണല്ലേ? എന്നോട് പറഞ്ഞിരുന്നു. ഇരിക്കൂ. വേണ്ട, ഞാനിവിടെ നിന്നോളാം. ഗോപാല, ആ റൂം നമ്പർ 13 ലക്ഷ്മിക്ക് ഒരു വിസിറ്റർ ഉണ്ടെന്ന് പറയൂ. അല്ല, ഇവിടെ കയറിയിരിക്ക. ഞാൻ ബിൽഡിംഗ് മുഴുവൻ തെരഞ്ഞു നടന്ന് എന്റെ ശരീരം ക്ഷീണിച്ചു പോയി. അല്ല, എന്നിട്ട് നമ്മുടെ മാഡം പുതിയ ബിൽഡിംഗ് ഫണ്ടിലേക്ക് പിരിവ് നടക്കുക. ഗോപാലട്ട് ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നത്? നമ്മളെ ലക്ഷ്മി കുഞ്ഞിന് ഒരാള്. ആരാ? കസിനോ, കിസിനോ, മുരടിയോ? അയ്യോ, ചുംബനമേൽക്കാത്ത പുഷ്പമേ. ബാക്കി ഞാൻ ഈ റൂമിലേക്ക് വെച്ചിട്ടുണ്ടോ? നീ പറ്റൂ. നട്ട പാതിർക്ക് ഓരോന്ന് വലിഞ്ഞേറി വരും. കസിൻ കിസി എന്നൊക്കെ പറഞ്ഞ് മനുഷ്യ ഓർണ കിടന്ന് ഉറങ്ങിക്കോളൂ. മുരളിയേട്ടാ, എന്താ ഇത്ര നേരം വൈകിയത്? കുറച്ച് നേരത്തെ ഇങ്ങോട്ട് പോരായിരുന്നില്ലേ? പിന്നെ എനിക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. ഓ, പണി. എനിക്ക് മുരളിയേട്ടനോട് എന്തെല്ലാം പറയാനുണ്ടെന്ന് അറിയാമോ? പറയൂ. ആ, പിന്നെ അവിടെ എല്ലാവർക്കും സുഖമാണോ? സുഖം സുഖം സുഖം. ആ, പിന്നെ നമ്മുടെ സപ്പക്കാവിലെ പാമ്പ് നിന്നെ അന്വേഷിച്ചു. പാമ്പോ? ആ, പാമ്പേ. മുരളിയേട്ടാ, തമാശ പറയാൻ കണ്ട നേരം. ആ, പിന്നെ നിനക്ക് അമ്മ കുറെ അച്ചാറ് തന്നയച്ചിട്ടുണ്ട്. അത് കിട്ടിയെന്ന് ബോധ്യപ്പെടുത്തുന്നതിന് ഒരു ഒപ്പിട്ട് തരണം. ഒപ്പോ? എവിടെ ഒപ്പിട്ട് തരാൻ? ചുമ്മായിരിക്കും മുരളിയേട്ടാ. ആ, പിന്നെ ഞങ്ങളുടെ ഹോസ്റ്റലിൽ ഒരു ഫംഗ്ഷൻ വരുന്നുണ്ട്. മുരളിയേട്ടൻ തീർച്ചയായിട്ടും വരണം കേട്ടോ. അയ്യോ, എനിക്ക് ഒരുപാട് ജോലിയുണ്ട്. വന്നില്ലെങ്കിലേ നേരത്തെ ചോദിച്ച ഒരു ഒറ്റ ഒപ്പ് ഞാൻ തരില്ല. അയ്യോ, ഒരു പ്രാവശ്യമല്ല 1000 പ്രാവശ്യം വരാം. പിന്നെ ഇവിടെ ഇപ്പൊ ആരുമില്ല. ഒരൊപ്പ്. വല്ലവരും കാണും. ആരും കാണില്ല. ഇങ്ങോട്ട് ഇതാരാപത്? ഗോപാലനോ?
ഏടോ നീ എന്താ കണ്ടോ ഇങ്ങനെ അല്ലടോ തക്കാളി ആര് ശങ്കുണ്ണിയായിരുന്നോ? ഈ തക്കാളി കൃഷി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കൃഷി ചെയ്യണ്ടേ? ഇതിന് പോത്തിഞ്ചാണോ? പോത്തിഞ്ചാണോ? ഞാൻ എരുമച്ചാനായിട്ട് പോരല്ലേ? അല്ല, ഞാനെന്ന് പറഞ്ഞ് സാധനം കൊണ്ടുവന്നു. അത് പിന്നെ ഞാൻ മറക്കടോ. 7 ദിവസം രാവും പകലും ഇരുന്ന് ജപിച്ചുണ്ടാക്കിയതാ. ഈ ജപിച്ചത് നിന്റെ അരയിൽ കെട്ടിയാൽ കുട്ടിച്ചാത്ത വരെ പേടിക്കും. എന്റെ ശങ്കുണ്ണിയേട്ടാ, എനിക്കൊരു അബദ്ധം പറ്റി. അന്ന് ജപിച്ചെന്ന കത്തി ഉണ്ടല്ലോ, അതെന്റെ അടുത്ത് കൈമോശം വന്നു. അല്ല, അതുണ്ടെങ്കിൽ ഏത് ചെകുത്താൻ ഞാൻ കുത്തി അവിടെ നിർത്തിയാണ്. ഇനിയിപ്പോ സമാധാനായി. ഇതുണ്ടല്ലോ, അത് മതിയടോ. മതിയടോ. ശങ്കുണ്ണിയ മോനെപ്പോ വന്നു? ഇതാരിത്? കാലക്കുട്ടിയോ? ഇതാരാത്? പുതിയൊരാള്? പുതിയ കുട്ടിയാ, ലക്ഷ്മി. നമസ്കാരം. എന്തേടോ? കൊട സാറില്ല. പേരില് മാത്രമല്ല, മുഖത്തും മഹാലക്ഷ്മി വിളയാടുന്നുണ്ട്. ലക്ഷ്മി, ഈ പറഞ്ഞതിന് ശങ്കുണ്യമാവനൊരു ചായ വാങ്ങിച്ചു കൊടുക്കണം. പിന്നെ മതി. പിന്നെ എന്തൊക്കെയാ ശങ്കുണ്യമാവ, ഈ വരവിന് സൈഡ് ബിസിനസ് ഒന്നുമില്ലേ? ബിസിനസ്സോ? മന്ത്രവാദവും തടെഴുത്തും. അതില്ലാതെ ശങ്കുണ്ണിയേട്ട പട്ടണത്തിലേക്ക് വരുമോ? വെള്ളിയാഴ്ച ആയിട്ട് എനിക്കൊന്ന് കൊണ്ടു തന്നു. കണ്ടോ, ഭൂതപ്രേത പിശാചുക്കൾ 7 അയലത്ത് കൂടി വരില്ല. അതിന് ഗോപാലേട്ടൻ പെൺപ്രേതങ്ങളെ മാത്രമേ കാണൂ ശങ്കുണ്യമാവ. വിമൻസ് ഹോസ്റ്റലിലല്ലേ ജോലി. ഏത് കൊടി കുത്തി പറക്കുന്ന പ്രേതമായിരുന്നാലും ഈ തകിട് കണ്ട ഭസ്മീകൃതാണ്. ഗോപാല, ഞാൻ ഒന്ന് പെങ്ങളെ കണ്ടു. ഗോപാലേട്ടൻ കഷ്ടപ്പെട്ട് എന്തിനാ ഈ പ്രേതങ്ങളൊക്കെ അടക്കുന്നത്? നല്ല അനുസരണയുള്ള പെൺപ്രേതമാണെങ്കിൽ ഗോപാലേട്ടൻ കെട്ടണം. മോള് ഗോപാലേട്ടന്റെ തലയിലേക്കും മുഖത്തേക്കൊക്കെ നോക്കിയിട്ട് തന്നെയാണോ സംസാരിക്കുന്നത്? അത് വേണോ മോളെ? വേണോ? ശരിയാ, സദ്യക്ക് വിളമ്പുന്നതിന്റെ സ്ഥിതിയാ ഗോപാലേട്ടന്റെ. അതെന്താ മോളെ? ഈ സദ്യക്ക് വിളമ്പി ഒന്നും കഴിക്കണ്ടെന്ന് തോന്നും. അതുപോലെ തന്നെ ഗോപാലേട്ടന് പെണ്ണുങ്ങളെ കണ്ട് പെണ്ണ് കെട്ടണ്ടെന്ന് വരെ. ഓ ഈ ചീനമുളകിന്റെ ഒരു തമാശ. എന്താ നിന്റെ മുഖത്തിനൊരു വാട്ടം? വല്ല അസുഖവും? ഒന്നുമില്ല ചേട്ടാ. പരിപാടിയിൽ പങ്കെടുക്കാന്ന് പറഞ്ഞ കുട്ടിക്ക് ടൈഫോയിഡാണ്. എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ ആലോചിക്കുകയാണ്. ടൈഫോയിഡ് എന്ന് പറഞ്ഞാ പനിയല്ലേ സരസു? ഞാനൊരു ചരട് ജപിച്ചു തരാം. ഓ, അതൊന്നും വേണ്ട ചേട്ടാ. വേണ്ടാന്ന് പറഞ്ഞാൽ വിവരക്കേടുന്ന അർത്ഥം. നിനക്ക് ഈ മന്ത്രത്തിനെ പറ്റി ABCD അറിഞ്ഞൂടെ കേട്ടോ? ജപിച്ചു നിൽക്കട്ടിയാ പനി പിടിച്ചു കെട്ടിവരെ അവിടെ നിൽക്കും. ആ കുട്ടി ഇപ്പൊ ചികിത്സയിലാണ്. ഡോക്ടർമാർക്ക് പനി മാറ്റാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ഏട്ടനോട് പറഞ്ഞോ? ആട്ടെ, കേസ് ജയിക്കുന്ന വല്ല ലക്ഷണമുണ്ടോ? എന്റെ പൊന്നു പെങ്ങളെ, കേസിൽ ജയവും തോൽവിയും ഒരു പ്രശ്നമല്ല. കേസ് നടത്തുക അതൊരു അന്തസ്സാണ്. വക്കീലിന് ഞാൻ പറഞ്ഞു കൊടുത്തൊരു പോയിന്റില് വക്കീല് ഒരു പിടിയും പിടിച്ചു. കേസ് നീട്ടി. ഏട്ടൻ ഇങ്ങനെ ആയുസ് കളി. ഇന്ന് നാട്ടിലേക്ക് പോകുന്നുണ്ടോ? ഇന്ന് നമ്മുടെ വക്കീൽ കുമസ്തൻ രാമനാരുടെ വീട്ടിലൊരു ചെറിയ ഹോമുണ്ട്. അതൊന്നും നടത്തി കൊടുക്കണം. ഇന്ന് വെള്ളിയാഴ്ചയല്ലേ?
ഗോപാലനാ ചോദിക്കുന്നത്? അകത്താരാ? ആരാ? അകത്താരാന്ന് ഞാനാ ചോദിക്കുന്നത്. അകത്താരാ? അയ്യോ, ഗോപാലേട്ടാ, ഗോപാലേട്ടാ, എന്തു പറ്റി? ഞാനിപ്പോ വരാ. എന്റെ പൊന്നു മേഡം, ഗുരുവായൂരപ്പനാണ് സത്യം. ഞാൻ എന്റെ ഈ കണ്ണുകൊണ്ട് കണ്ടതാ. തനിക്ക് എന്തെങ്കിലും വിശ്വാസം ഉണ്ടെങ്കിലേ തന്റെ മനസ്സിൽ വെച്ചോണ്ടാ മതി. എത്ര പറഞ്ഞാലും നന്നാവില്ല. മേലെ ആവർത്തിക്കാണെങ്കിൽ തന്റെ ജോലി കാണില്ല. അതിനെ തുടർന്ന് പോവുകയാണെങ്കിൽ അധികാരം ജോലി ചെയ്യാൻ ഞാനുണ്ടാവില്ല. പോയി ജോലി നോക്ക്. ആ മച്ചിന്റെ മുകളിൽ എന്തെങ്കിലും ആയിരിക്കും. ഒന്ന് പോയി നോക്കിയേ. പോയി നോക്കുമല്ല. ലക്ഷ്മി, ലക്ഷ്മി, നിനക്ക് എന്തു പറ്റി? കറണ്ട് പോയപ്പോ പേടിച്ചു അല്ലേ? ഇരട്ടത്തിരുന്ന പേടിക്കുന്ന ഒരു കൊച്ചു കുട്ടി. പാവം തന്നെ കേട്ടോ. എന്തു പറ്റി നിനക്ക്? ലക്ഷ്മി, ലക്ഷ്മി, നീ എന്തിനാ കരയുന്നത്? ലക്ഷ്മി,
ലക്ഷ്മി, നീ എന്തിനാ കരയുന്നത്? വല്ലാതെ പേടിച്ചോ? എന്തിനാ കരയുന്നത്? ചേച്ചി ചേച്ചി വാ, സമാധാനം കിടന്നുറങ്ങ. വാ, കറണ്ട് ഇപ്പൊ വരും, നീ പേടിക്കണ്ട. ഇതിവിടെ സാധാരണ ഉള്ളതാ. നീ സമാധാനം കിടന്നുറങ്ങ. ഗുഡ് നൈറ്റ്. ലക്ഷ്മി, ലക്ഷ്മി എഴുന്നേക്ക്. ഇതെന്തൊരു ഉറക്കം? മണി 8. നിനക്ക് ഓഫീസിൽ പോണ്ടേ? ലക്ഷ്മി, എന്താ ഓഫീസിൽ പോണ്ടേ? ഞാനിന്ന് പോകുന്നില്ല. എന്തു പറ്റി? നാളെ നമ്മുടെ ഹോസ്റ്റൽ ഫംഗ്ഷൻ ഒക്കെ അല്ലേ. താനും പോകണ്ടടോ. ഞാനല്ലെങ്കിൽ ഇന്ന് പോകുന്നില്ല, എനിക്ക് ലീവാ. ഏയ്, ദിവസം കാലത്ത് നീ വന്ന് എന്നെ എണീപ്പിക്കുന്നല്ലേ? ഇന്ന് എനിക്ക് എന്തു പറ്റി? ശനിയാഴ്ച ആയതുകൊണ്ടാണോ? ഒന്നുമല്ല, നല്ല ഉറക്കം. കൊള്ളാം. വാതിലും തുറന്നിട്ട് പെണ്ണ് വെട്ടി മലച്ചതുപോലെ കിടന്ന് ഉറങ്ങുന്ന കണ്ടില്ലേ? വേഗം എണ്ണീറ്റ് കുളിച്ച് റെഡിയാവ്. ഹോസ്റ്റൽ വാർഡൻ കാത്തിരിക്കുന്നു, മനസ്സിലായോ? വേഗം കുളിച്ച് റെഡിയാവ്. ഇപ്പൊ റെഡിയാവും. ഓക്കെ, സ്വീറ്റ് ഗേ. രാജലക്ഷ്മിക്ക് അസുഖം കുറയണമെങ്കിൽ കുറഞ്ഞത് 1 മാസമെങ്കിലും വേണ്ടിവരും. പരിപാടി മാറ്റി വെക്കേ നിവർത്തിയുള്ളൂ. കെട്ടിട നിർമ്മാണം എന്നും പറഞ്ഞു ഒരുപാട് പണം പിരിച്ചതല്ലേ? വനിതാ ഹോസ്റ്റലിലെ പെണ്ണുങ്ങളെല്ലാം കൂടി നാട്ടുകാരെ പറ്റിച്ചു എന്നും പറയും മാത്രമല്ല, വഴിയിലിറങ്ങി നടക്കാനും പറ്റില്ല. എന്തെങ്കിലും ഒരു പോംവഴി കണ്ടേ പറ്റൂ മിസ്. അതെ, കല എവിടെ? ആഹാ, ഇന്നെന്തു പറ്റി? വളരെ വിസ്തരിച്ചാണല്ലോ ഡ്രസ് ചെയ്തിരിക്കുന്നത്. കൊള്ളാം, പക്ഷേ ഒരു കുറവുണ്ട്. എന്താ? എന്നും പൊട്ടു തൊടാറുള്ളതാണല്ലോ. പൊട്ട് വേണ്ടെന്ന് വെച്ചതും പുതിയ സ്റ്റൈലാണ്. ഞാൻ മറന്നുപോയി. എന്നാ വേഗം പോയി പൊട്ടെടുക്കോ. പോ. സിനിമാ താരത്തിന്റെ ഡേറ്റ് ഫിക്സ് ചെയ്ത് തന്നെ വളരെ കഷ്ടപ്പെട്ട. ഗുഡ് മോർണിംഗ് മിസ്. ഗുഡ് മോർണിംഗ്. കലേ, രാജലക്ഷ്മി ഉൾപ്പെടുത്തി പരിപാടി നടത്താൻ പറ്റില്ല. ആ ഐറ്റംസ് ഒഴിച്ച് വേറെ എന്തെങ്കിലും അവതരിപ്പിക്കാൻ കഴിയുമോ? രണ്ടിന്റെയും വില ഒന്നല്ലേ മിസ്? പുതിയ ഐറ്റം ആണെങ്കിലും റിഹേഴ്സൽ വേണം. എന്നാ പിന്നെ പരിപാടി ക്യാൻസൽ ചെയ്യേ നിവർത്തിയുള്ളൂ. വേണ്ട മിസ്, പിന്നെ ഞാൻ നൃത്തം ചെയ്യാം. എന്താ കലയിച്ചിരിക്കുന്നത്? ഒന്നുമില്ല. എടി, നിനക്ക് ഡാൻസ് അറിയില്ലെന്നല്ലേ പറഞ്ഞത്? അതേ റിഹേഴ്സൽ ചെയ്ത് പഠിച്ചോളാം. ഇപ്പോൾ ഹോസ്റ്റലിന്റെ മാനമില്ലേ വലുത്. കലേ, ലക്ഷ്മിക്ക് ഇത്ര ധൈര്യം ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കിയാൽ എന്താ? ശ്രമിക്കാമല്ലോ. പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ ഹോസ്റ്റലിന്റെ ഈ പ്രത്യേക പരിപാടിയിൽ പങ്കുകൊള്ളാൻ ഇവിടെ വന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ പേരിലും ഈ ഹോസ്റ്റലിന്റെ പേരിലും ഞാൻ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്ന പരിപാടിയിൽ കുറ്റങ്ങൾ ഉണ്ടാവാം, കുറവുകൾ ഉണ്ടാവാം. കലാപ്രേമികളായ നിങ്ങൾ എല്ലാവരും അതെല്ലാം സഹിക്കുകയും പൊറുക്കുകയും ചെയ്ത് ഞങ്ങളോട് ഒന്നിച്ച് സഹകരിക്കുകയും ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കൂടാതെ വളരെയേറെ ജോലി തിരക്കിനിടയിലും ഞങ്ങളുടെ അഭ്യർത്ഥന സ്വീകരിച്ച് ഈ പരിപാടി വർണ്ണശബലമാക്കാൻ തന്റെ സാന്നിധ്യം തന്ന് അനുഗ്രഹിച്ച് സുപ്രസിദ്ധ നടി ശ്രീമതി ജയഭാരതിയോട് ഞങ്ങൾക്കുള്ള നന്ദി സീമാതീതമാണ്. ശ്രീമതി ജയഭാരതിയെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. കൂട്ടുകാരെ, ജീവിതത്തിൽ വല്ലപ്പോഴും ഒക്കെ വീണ് കിട്ടുന്ന അപൂർവ സന്തോഷാനുഭൂതികളിൽ ഒന്നാണ്
നിങ്ങളുടെ കൂടെ കഴിച്ചുകൂട്ടുന്ന ഈ നിമിഷം. സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ജോലി തിരക്കുണ്ടായിരുന്നു. എങ്കിലും എന്നെപ്പോലെ അധ്വാനിക്കുന്ന സ്ത്രീവർഗത്തിൽപ്പെട്ട് നിങ്ങളുടെ അഭ്യർത്ഥന നിരാകരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. മനസ്സിൽ നിറഞ്ഞു കവിയുന്ന ആഹ്ലാദത്തോടുകൂടി നിങ്ങളുടെ ഈ പരിപാടി ഞാൻ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. നമസ്കാരം. ജോണി, എല്ലാം റെഡിയല്ലേ? ആ
ഇത്രയും ഭംഗിയായി ഡാൻസ് ചെയ്യാൻ എങ്ങനെ സാധിച്ചു ലക്ഷ്മി? റിഹേഴ്സൽ ചെയ്ത് പഠിച്ചു. എന്റെ അഭിനന്ദനങ്ങൾ. അഭിനന്ദനങ്ങൾ വാക്കുകൾ കൊണ്ട് മതിയോ, അതോ വല്ല ഒപ്പോ മറ്റോ? ലക്ഷ്മി എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല. നേരം വളരെ വൈകിയല്ലേ? വൈകി. വരൂ. നാളെ ഞാൻ പോകുന്നില്ല. വൈകുന്നേരം നിന്റെ ഓഫീസിലേക്ക് വരാം. നമുക്കൊരു സിനിമ കാണാൻ പോകാം. നേരം വളരെ വൈകി. ഇനി പിന്നെ കാണാം. ഓക്കെ ജോണി, താങ്ക് യു. നന്ദി ലക്ഷ്മിയോട് ഞാനല്ലേ പറയേണ്ടത്? ജോണി കാരണമാണ് പരിപാടി ഇത്ര നന്നായത്. താങ്ക്സ്. എനിക്ക് സമയമായി. ഞാൻ വരട്ടെ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ആദ്യാകൻ തെരഞ്ഞെടുത്തു. എന്നിട്ട് ഒരാഴ്ചത്തേക്ക് ഞാൻ സ്കൂളിന്റെ പടി കടന്നിട്ടില്ല. എന്തെങ്കിലും രണ്ടുപേരും പാടുവണ്ണേ. എന്നെ കൊണ്ടാവില്ല. പ്ലീസ് ലക്ഷ്മി, നല്ല കുട്ടിയല്ലേ. കച്ചേരിക്കല്ലല്ലോ പാടാൻ പറഞ്ഞത്. മൂളിപ്പാട്ട് മതി. പാട്ട് പോയിട്ട് രണ്ടുപേര് പദ്യം പോലും നേരാമണ്ണം എനിക്ക് ചൊല്ലാൻ അറിയില്ല. താൻ ആള് പരമ ബോറാണല്ലോടി. ചെറുപ്പത്തില് പാട്ടുപാടി നൃത്തം ചെയ്യാത്ത പെണ്ണ് ഏതെങ്കിലും ഈ ലോകത്തുണ്ടോ? ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോ ടീച്ചർ എന്നെ ഈ രാധാകൃഷ്ണ നൃത്തത്തിലെ രാധയാകൻ തെരഞ്ഞെടുത്തു. എന്നിട്ട് ഒരാഴ്ചത്തേക്ക് ഞാൻ സ്കൂളിന്റെ പടി കടന്നിട്ടില്ല. ഞാനിതൊന്ന് മാഡത്തിനോട് പറഞ്ഞപ്പോ മാഡം എന്നെ വഴക്ക് പറഞ്ഞു ഓടിച്ചു. ഇത് ആ ലിസയുടെ പ്രേതം കൂടിയത് തന്നെയാ. എന്തോ എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഗോപാല. എന്താണ് കൈകൊട്ടിക്കളി പോലും അറിയാത്ത പെങ്കൊച്ച് ഇക്കണ്ട പുരുഷാരത്തിന്റെ മുമ്പിൽ സ്റ്റേജിൽ വെച്ച് മണി പോലെയല്ലേ ഡാൻസ് ചെയ്ത്. ശരി, നീ ഇതാരോടും പറഞ്ഞു നടക്കണ്ട. ജോലി നോക്ക്. ജോലി നോക്കുന്നു. ഞാൻ അതാരോടും പറയേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലേ തന്നെ ജനങ്ങളൊക്കെ ഇത് അറിഞ്ഞോളൂ. ഓ, ഞാനിപ്പോ ആലോചിച്ചതേ ഉള്ളൂ. മാഡം ഓഫീസിലുണ്ട്. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ് ജോണി. ഇരിക്കൂ. എന്താ പ്രത്യേകിച്ച്? എനിക്ക് ലക്ഷ്മി ഒന്ന് കാണണമായിരുന്നു. ഏത് ലക്ഷ്മി? പരിപാടിക്ക് നൃത്തം ചെയ്തില്ലേ ആ കുട്ടി? ഓ, പി ലക്ഷ്മി. പരിപാടി വിജയിപ്പിച്ചു തന്നതിന് വളരെയേറെ നന്ദിയുണ്ട്. മാഡം എന്നോടല്ല നന്ദി പറയേണ്ടത്, ലക്ഷ്മിയോടാണ്. ജോണി കാണിച്ചു കൊടുത്തതല്ലേ ആ കുട്ടി ചെയ്തുള്ളൂ? അതല്ല, പരിചയമുള്ളവർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒന്നായിരുന്നു ഞാൻ കമ്പോസ് ചെയ്തത്. അത് ലക്ഷ്മിക്ക് പറഞ്ഞു കൊടുക്കാൻ മാത്രമേ എനിക്ക് സമയം കിട്ടിയുള്ളൂ. എന്നെപ്പോലും അത്ഭുതപ്പെടുത്തുന്ന വിധത്തിലായിരുന്നു ആ കുട്ടിയുടെ പെർഫോമൻസ്. ഇതുപോലെ പാട്ടും നൃത്തവും ചെയ്യാൻ കഴിവുള്ള ഒരാളെ എന്റെ അറിവിലുണ്ടായിരുന്നുള്ളൂ. ആരാ അത്? എന്റെ ലിസ. വർഷങ്ങൾക്ക് മുൻപ് ഇതുപോലൊരു പരിപാടിക്ക് പാട്ടും നൃത്തവും കമ്പോസ് ചെയ്യാൻ ഞാൻ വന്നിരുന്നു. അന്നാണ് എന്റെ ലിസയെ ഞാൻ കണ്ടത്.
നൈറ്റ് മാത്രം മതിയോ? ഓ, സ്വീറ്റ് ഡ്രീം. സ്വീറ്റ് ഡ്രീം. ബൈ ബൈ. ലിസ, എന്താ പിണക്കമാണ്? ഇണക്കമോ പിണക്കമോ പ്രിയതമേ പറയുമോ, ഇണങ്ങിയാലകലുമോ ഇണങ്ങിയാലടുക്കുമോ. വസന്തമാം കൺമണി നിൻ ചുണ്ടിൽ പുഞ്ചിരി, വസന്തമാം കൺമണി നിൻ ചുണ്ടിൽ പുഞ്ചിരി, ലഹരിയാലറിയാതെ നിനക്കായി ഞാൻ നിനക്കായി ഞാൻ നിനക്കായി ഞാൻ ഉണരുന്നു. ഇണക്കമോ പിണക്കമോ പ്രിയതമേ പറയുമോ, ഇണങ്ങിയാലകലുമോ ഇണങ്ങിയാലടുക്കുമോ. ചിരിക്കുവാൻ മാത്രമായി അടുക്കരുതേ നാമെന്നും, കരയുവാൻ അകലരുതേ പ്രിയതമേ എന്നും. ചിരിക്കുവാൻ മാത്രമായി അടുക്കരുതേ നാമെന്നും, കരയുവാൻ അകലരുതേ പ്രിയതമേ എന്നും. മന്ദാരങ്ങൾ പൂച്ചൂടും കിന്നാരങ്ങൾ ചൊല്ലുമ്പോൾ, മന്ദാരങ്ങൾ പൂച്ചൂടും കിന്നാരങ്ങൾ ചൊല്ലുമ്പോൾ, വസന്തമാം കൺമണി നിൻ ചുണ്ടിൽ പുഞ്ചിരി, ലഹരിയാലറിയാതെ നിനക്കായി ഞാൻ നിനക്കായി ഞാൻ നിനക്കായി ഞാൻ ഉണരുന്നു. ഇണക്കമോ പിണക്കമോ പ്രിയതമേ പറയുമോ, ഇണങ്ങിയാലകലുമോ ഇണങ്ങിയാലടുക്കുമോ. അണിയറയ്ക്കുള്ളിലായൊതുക്കി ഞാനെൻ രാഗം, അരങ്ങത്ത് നൂപുരധ്വനിയുമായി നീ വരൂ. അണിയറയ്ക്കുള്ളിലായൊതുക്കി ഞാനെൻ രാഗം, അരങ്ങത്ത് നൂപുരധ്വനിയുമായി നീ വരൂ. വെൺചാമരം വീശില്ലേ വെൺമേഘങ്ങളെന്നും, വെൺചാമരം വീശില്ലേ വെൺമേഘങ്ങളെന്നും, വസന്തമാം കൺമണി നിൻ ചുണ്ടിൽ പുഞ്ചിരി, ലഹരിയാലറിയാതെ നിനക്കായി ഞാൻ നിനക്കായി ഞാൻ നിനക്കായി ഞാൻ ഉണരുന്നു. ഇണക്കമോ പിണക്കമോ പ്രിയതമേ പറയുമോ, ഇണങ്ങിയാലകലുമോ ഇണങ്ങിയാലടുക്കുമോ. വിവാഹവേഷത്തിൽ നീ എങ്ങനെ ഇരിക്കും ഞാൻ ആലോചിക്കുകയായിരുന്നു. ഇനി എത്ര ദിവസമുണ്ട് ലിസ നമ്മുടെ വിവാഹത്തിന്? കുറച്ച് ദിവസം.
ഓ, നിന്റെ കൂട്ടുകാരികളോടൊക്കെ വിവരം പറഞ്ഞോ? കലയോട് മാത്രം പറഞ്ഞു. എനിക്ക് സമയം പോകുന്നില്ല ലിസ. സമയം പോകാൻ ഞാനൊരു വഴി പറഞ്ഞു. എന്താ? കട്ടുറുമ്പിനെ കണ്ടിട്ടുണ്ടോ? ആ, ഒരു കട്ടുറുമ്പിനെ പിടിച്ച് പൂഴിമണ്ണിൽ കുഴിച്ചിടുക, എന്നിട്ട് അത് പുറത്തേക്ക് വരുന്നത് നോക്കി കാത്തിരിക്കുക. സമയം പോകുന്നതേ അറിയില്ല. എങ്ങനെ? എന്റെ കൂട്ടുകാരി കല പറഞ്ഞു തന്നതാ. നിനക്ക് തമാശയാണല്ലേ? എങ്ങനെ തമാശ തോന്നാതിരിക്കും? നമ്മൾ രണ്ടുപേരും തന്നെയല്ലേ കല്യാണം കഴിക്കാൻ പോകുന്നു? അതാ, അവിടേക്ക് നോക്കൂ. കടലിലേക്ക് പതിക്കാൻ പോകുന്ന പുഴ. നിന്നെക്കുറിച്ചുള്ള എന്റെ ആവേശം കടലിലേക്ക് പതിക്കാൻ പോകുന്ന പുഴ പോലെയാണ് ലിസ. ലിസ, എന്റെ ലിസ, 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 ലിസ.